ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കാൻ പോകുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒഡീഷ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. എന്തായാലും അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അവർ സൂപ്പർ താരമായ റോയ് കൃഷ്ണ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ഈ ഒരു സീസണിലേക്ക് ACL 3 ഇഞ്ചുറി ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു റോയ് കൃഷ്ണ. ഡിഗോ മൗറീഷ്യോ ഒരു കോംബോ ഒക്കെ വേറെ ലെവലായിരുന്നു. സോ എന്തായാലും ഈ ഒരു സീസണിൽ അദ്ദേഹത്തെ കളിക്കാൻ സാധിക്കില്ല. മിക്കവാറും അവരുടൻ തന്നെ ഒരു അഡീഷൻ, അതായത് പകരക്കാരനെ കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത്. എനിക്ക് മിക്കവാറും തോന്നുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും അവർ ആ ഒരു പകരക്കാരനെ തേടുന്നത്. സോ ഈ ഒരു വിൻഡോ ഇങ്ങനെ അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് വരാൻ പോകുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കുറച്ച് പിക്ചേഴ്സ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അവർ കോച്ച് ചെയ്യുന്ന, ഭയങ്കര ഹാർഡായിട്ട് കോച്ച് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഫെഡറിക്കോ മൊറൈസിന് നമ്മുടെ മിഗാൽ സാർ എന്തൊക്കെയോ അഡ്വൈസസ് നൽകുന്നു. കാരണം സെറ്റ് പീസിൽ നിന്ന് ഗോൾ ഇതുവരെ വന്നിട്ടില്ല. സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ചർച്ചയിലായിരിക്കും. എന്തായാലും ഈ ഒരു പിക്ചേഴ്സൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വൈറലാകുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് ആ ഒരു പിക്ചറൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാർഡ് പരിശീലനത്തിലാണെന്ന് തോന്നുന്നു. കാരണം ഏത് മാച്ച് തോറ്റാലും ബംഗളൂരു എഫ് സിയുമായിട്ട് തോക്കുന്നത് കുറച്ച് പ്രശ്നമാണ് നമ്മുടെ ആരാധകർക്ക്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഷീൽഡ് അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗളൂരു എഫ് സി ആ ഒരു സീസണിൽ പരാജയപ്പെടുത്തിയാൽ, നമ്മൾ പരാജയപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾ ഷീൽഡ് അടിച്ചാലും അതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തുന്നില്ല, എല്ലാ ടീമിനെ പരാജയപ്പെടുത്തുന്നത് അത് തന്നെയാണ്. സോ ഒരുപക്ഷെ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം മാറിക്കിട്ടും എന്ന് വിചാരിച്ച് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു കളിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് ഫോം ഔട്ടാണ് ബംഗളൂരു എഫ് സി നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാച്ചുകളിൽ. സോ ഈ ഒരു അവസരം മുതലെടുത്താൽ നല്ലതായിരിക്കും. എന്തായാലും പരിശീലന ഇമേജസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ എന്തായാലും ഹാർഡ് വർക്കിങ്ങിലാണെന്ന് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.